വിജയ് സേതുപതിക്ക് ഒരുപാട് ആരാധകരെ നേടിക്കൊടുത്ത ചിത്രമാണ് സേതുപതി. ചിത്ത, വീര, ധീര, സൂരൻ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അരുൺ കുമാറിൻ്റെ ആദ്യ ചിത്രമായിരുന്നു സേതുപതി. ചിത്രത്തിലെ ഒരു രംഗത്തെപ്പറ്റി സംസാരിക്കുകയാണ് അരുൺ കുമാർ ഇപ്പോൾ. സിനിമയിലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റായി തോന്നിയ ഒരു രംഗത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ചിത്രത്തിൽ നായകൻ നായികയെ തല്ലുന്ന രംഗം പൊളിറ്റിക്കലി ഇൻകറക്റ്റായി പോയെന്ന് അരുൺ പറഞ്ഞു. അന്ന് ആ തെറ്റ് മനസ്സിലാക്കാനുള്ള വിവരം തനിക്കില്ലായിരുന്നെന്നും തിരിച്ചറിഞ്ഞതിനു ശേഷം കരുതലെടുക്കാറുണ്ടെന്നും എസ് മ്യൂസിക് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അരുൺ പറഞ്ഞു. സേതുപതിയിൽ പൊളിറ്റിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സിനിമയിൽ രമ്യ നമ്പീശൻ ഒരു കാര്യം പറയുന്നുണ്ട്. അവനടിച്ചാലും കുറച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കൊഞ്ചും. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവണമെന്ന്. അത് തെറ്റാണ്. ആ സീൻ പെൺകുട്ടികൾ വാട്സപ്പ് സ്റ്റാറ്റസായി വയ്ക്കാൻ തുടങ്ങിയതാണ് എന്നെ വളരെയധികം പേടിപ്പിച്ചത്. എനിക്കതിൽ ഖേദമുണ്ട്. അതിൽ ക്ഷമ ചോദിക്കാനേ എനിക്ക് കഴിയൂ എന്നും പറഞ്ഞു. ഇനി വരുന്ന എൻ്റെ മറ്റ് സിനിമകളിൽ അത് വരാതിരിക്കാൻ ബോധപൂർവമായി തന്നെ ശ്രമിക്കും. ആ സിനിമയിൽ കുട്ടി ഗൺ എടുക്കുന്ന സീനിൽ രമ്യ നമ്പീശൻ പെട്ടെന്ന് കുട്ടിയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ആയുധം കൊടുക്കാൻ പാടില്ല എന്ന തിരിച്ചറിവുണ്ടായിരുന്ന എനിക്ക് ഈ കാര്യം തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല. റിലേഷൻഷിപ്പിൽ രണ്ടുപേരും തുല്യരാണെന്ന് ചിന്തിക്കാനുള്ള തിരിച്ചറിവുണ്ടായിരുന്നില്ല. എങ്ങനെയാണെങ്കിലും ഞാൻ ആണാണ്. ഞാനൊരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 10 സ്ത്രീകളുടെ അടുത്തെങ്കിലും പോയി അത് ശരിയാണെന്ന് ചോദിക്കണം. ആ സ്ത്രീകൾ പൊളിറ്റിക്കലി കറക്റ്റായ ഐഡിയോളജി ഉള്ള സ്ത്രീകളായിരിക്കണം. ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു നടക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ പിന്നെ കാര്യമില്ല. അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അവർ വളർന്നു വന്ന സാഹചര്യവും മറ്റുമാണ് അത് തീരുമാനിക്കുന്നത്. ചിത്ത എന്ന സിനിമ എഴുതിയതിനു ശേഷമാണ് പൊളിറ്റിക്കലി തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയാൻ പാടില്ല എന്ന ബോധ്യം എനിക്ക് തോന്നി തുടങ്ങിയത്. ഇതിനുശേഷവും എൻ്റെ കയ്യിൽ നിന്നും ഇത്തരം ഒരു തെറ്റ് വീണ്ടും സംഭവിച്ചാൽ അതും തെറ്റ് തന്നെയാണ്. അടുത്ത പടത്തിൽ ഞാൻ അത് തിരുത്തും. എന്നാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അതൊരിക്കലും തിയേറ്ററിൽ കയ്യടി വാങ്ങാൻ വേണ്ടി ഞാൻ എഴുതിയതായിരിക്കില്ലെന്നും അരുൺ കുമാർ പറഞ്ഞു.